ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ ഒരു എക്സാമ്പിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ റിലേഷൻ സീറോസ് തമ്മിലുള്ളത് ഒരു സമ്മും പ്രോഡക്റ്റിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റും തന്നിട്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണുന്നത്, പിന്നെ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് കാണുന്നത്, എന്നിട്ട് അതിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² + 7x + 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പോളിനോമിയൽ എഴുതാം. പോളിനോമിയൽ x² + 7x + 10 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും, അതായത് മിഡിൽ ടേമിനെ നമ്മൾ ഫാക്ടറാക്കിയത് 7 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x+2ഉം x+5ഉം ആക്കിയതാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ x+2 × x+5 എന്ന് എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്നത് x = -2 ആൻഡ് x = -5 ആയാൽ എന്താണ്? =0 കിട്ടും. എക്സിന് -2ഉം എക്സിന് -5ഉം കൊടുത്തു കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ =0 എന്ന് കിട്ടും. അങ്ങനെ ആകുമ്പോൾ എന്താണ്? -2ഉം -5ഉം എന്താണ്? ഈ പോളിനോമിയലിൻ്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണെന്ന് പറയാലോ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം, വെരിഫൈ ചെയ്യണം അതിൻ്റെ റിലേഷൻഷിപ്പ്. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് സീറോസ്, അതായത് സ്റ്റാൻഡേർഡ് പോളിനോമിയൽ ax² + bx + c ആണെങ്കിൽ ആൽഫ ആൻഡ് ബീറ്റ അതിൻ്റെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് = ആൽഫ + ബീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -b/a. ഈ -b/a എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എന്നാണ്, മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് x ഡിവൈഡഡ് ബൈ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അപ്പോൾ ഇവിടെ ആൽഫ + ബീറ്റ, ആൽഫയും ബീറ്റ എന്താണ്? സീറോസ് ഓഫ് ദ പോളിനോമിയലാണ്. ഹിയർ ആൽഫ = -2 ആൻഡ് ബീറ്റ = -5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുന്നത്? ആൽഫ = -2 ആൻഡ് ബീറ്റ = -5. അപ്പോൾ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? -2 + -5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -7 കിട്ടി. അതായത് -7 = എന്താണ്? -b/a ആണെന്നാണ്. -b എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് x -b/a. തന്നിരിക്കുന്ന ഇക്വേഷൻ b എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. അപ്പോൾ -7 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -7. അതായത് രണ്ടും സം ഓഫ് ദ സീറോസ് = നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? രണ്ടും വെരിഫൈ ചെയ്തു, രണ്ട് ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് കാണാൻ പോകുന്നത്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൽഫ × ബീറ്റയാണ്. അതായത് c/a എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു എന്താണ്? c എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ടേം ആണ് അല്ലേ. കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ എന്താണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x². കോയിഫിഷ്യൻ്റ് ഓഫ് x² ആണ് അല്ലേ. അപ്പോൾ ആൽഫ × ബീറ്റ, ഇവിടെ ആൽഫയും ബീറ്റ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ആൽഫ = -2 ആൻഡ് ബീറ്റ = -5. അപ്പോൾ ആൽഫ × ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? -2 × -5 ദാറ്റ് ഈസ് ഈക്വൽ ടു +10. അതായത് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്ന ഇക്വേഷനിൽ എന്താണ്? 10 ആണ്. 10 ഡിവൈഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? ആൽഫ × ബീറ്റ = 10 നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതും നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് അതിന് റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ ഫൈൻഡ് ദി സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² - 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് വെരിഫൈ. എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? വെരിഫൈ ദ റിലേഷൻഷിപ്പ്.
relationship between the zeros of the polynomial, between the zeros and the coefficient. ഇങ്ങനെയാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെന്ന്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, ആ ഒരു ടേമിലാണ് എക്സ് സ്ക്വയർ മൈനസ് 3. നമുക്ക് ഈ 3നെ ഒരു സ്ക്വയർ ടേമിലേക്ക് എങ്ങനെ മാറ്റാം, എക്സ് സ്ക്വയർ മൈനസ് √3 സ്ക്വയർ എന്ന് എഴുതാം. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണല്ലോ. അപ്പോൾ ഇതിന് എ പ്ലസ് ബി എ മൈനസ് ബി ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എന്തെടുക്കാം, എക്സ് പ്ലസ് √3 ഇൻറ്റു എക്സ് മൈനസ് √3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സീറോസ് എന്താണ്, ഇതിന് സീറോസ് കിട്ടണമെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് √3യും ആൻഡ് എക്സ് ഈക്വൽ ടു പ്ലസ് √3യും ആണെങ്കിലാണ് √3യും ആണ് എന്തെന്ന്, ഈ എക്സ് സ്ക്വയർ മൈനസ് 3ൻ്റെ സീറോസ്. കാരണം ഈ രണ്ട് വാല്യൂസ് കൊടുത്താൽ ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് ആൽഫാസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ആൽഫാസ് ഈക്വൽ ടു മൈനസ് √3 എന്നും ബീറ്റാസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ആൽഫാസ് ഈക്വൽ ടു മൈനസ് √3 എന്നും ബീറ്റാസ് ഈക്വൽ ടു √3 എന്നും അങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സം ഓഫ് സീറോസ് ആണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റയാണ് ആദ്യത്തേത്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് √3 പ്ലസ് √3 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്കറിയാം അതെന്താണ്, മൈനസ് ബി ബൈ എ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി ബൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. ഇവിടെ തന്നിരിക്കുന്നതിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ടേം ഇല്ല, കാരണം എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ള ടേമാണ്, അതിൽ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ അതെന്താണ്, 0 ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1 ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായാലും എന്താണ്, 0 ആണ് കിട്ടുന്നത്. നമുക്ക് 0 തന്നെയല്ലേ കിട്ടിയത് ഇവിടെ, √3 മൈനസ് √3 പ്ലസ് √3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തെടുത്തു, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ. ആൽഫ പ്ലസ് ദർഫോർ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു 0 വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ അടുത്ത എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഇതിൻ്റെ തന്നെ ഉള്ളത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. സി ബൈ എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് √3 ഇൻറ്റു √3, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 3, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, അപ്പോൾ മൈനസ് 3 എന്ന് വന്നു. അപ്പോൾ ഇനി സി ബൈ എ എന്താണ്, കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് ടേം ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3 ആണല്ലോ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം ഇസ് ഈക്വൽ ടു -3 ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടി, ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ ഈസ് ഈക്വൽ ടു -3. അതും വെരിഫൈ ചെയ്തല്ലോ, അതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമ്മൾ ആദ്യം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ദ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് whose zeros are -3 and 2 respectively. അതായത് ഒരു പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കണം. ആ പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റും തന്നിട്ടുണ്ട്, -3ഉം -2ഉം തന്നിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഗിവൺ എന്താണ് ആൻസറാണ്, ഗിവൺ ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് ദ സീറോസ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾറെഡി തന്നിട്ടുണ്ടെന്ന് -3 എന്ന് പറയുന്നത്, അതെന്താണ്, -b/a ആണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്, ആൽഫ ഇൻറ്റു
ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡ് ബൈ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയറും തന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. നമുക്ക് എക്ക് നമുക്ക് വാല്യൂ കൊടുക്കാം 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. പക്ഷേ നമ്മൾ വലിയ ഇതിലായിട്ടാണ് വരിക. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ ചെറിയ, അതായത് നോർമലി നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്ക് എന്താ കൊടുക്കുക, സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ. അപ്പം എന്താ ചെയ്യുക നമ്മൾ വെച്ചാൽ മോസ്റ്റ് ഇതിൽ നമ്മൾ ടേക്ക് ചെയ്യുന്നതാണ് എ ഈസ് ഈക്വൽ ടു 1 ആണ്. കാരണം എന്ന് വെച്ചാൽ സിംപ്ലസ്റ്റ് പോളിനോമിയൽ ഫോമിലാണിത് നമ്മൾ എടുക്കുന്നത്. അത് ബൈ ഡിഫാൾട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇഫ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. മൈനസ് ബി ഈസ് ഈക്വൽ ടു -3 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. സി ഈസ് ഈക്വൽ ടു എന്തരും 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതാം, നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് എഴുതാം. ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈ എക്സാമ്പിൾസ്, ഇപ്പം ഈ 3 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ അടുത്തത് ഞാൻ എക്സസൈസ് കൂടെ കവർ ചെയ്ത്, അടുത്ത ക്ലാസ്സിൽ എക്സസൈസും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പോളിനോമിയലിൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.